So good afternoon. So today we will study about lines and angles. Okay. അപ്പോൾ ഇത് 6th സ്റ്റാൻഡേർഡിന്റെ ടോപ്പിക്കാണ് CBSE and this is actually the second chapter. So let's begin. Okay. അപ്പോൾ ലൈൻസ് ആൻഡ് ആംഗിൾസിൽ നമ്മൾ ആദ്യം കുറച്ച് ബേസിക് ജോമെട്രി ബേസിക് ടേംസ് നമ്മൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ. So the basic terms relating to this chapter are: first one, what is a point? We need to know what is a point. Then line, ray, line segment, angles. These are the basic terms. Okay. And additional terms വരുവാണെങ്കിൽ ഞാൻ ഒന്ന് പറയാം. For the time being, we will discuss about point. So what is a point? Point, just a mark. Just a mark on XY plane. Okay, so we have to study what is XY. So what is an XY plane? If you draw a line which is a horizontal and a vertical line joining, you will get a two-dimensional plane, 2D plane. And this is the x-axis, and we have here y-axis. Okay, so in order to denote a point in a 2D plane, you simply put a point here. And you can measure it on the x-axis like this. That will be 1, 2, 3, 4, 5, 6, 7, 8, 9, 10. And towards the vertical axis, that is the y-axis, we have 1, 2, 3, 4, 5, 6, 7, 8, 9. And so in order to determine the position of the point, you have to measure the distance on the x-axis, and that is here. And on the y-axis, we have it here. Okay. So this is origin 0. And we have 1 here, 2, 3, 4, 5, 6, 7. And this is the 6 units towards the right and on the x-axis. And here we have 1, 2, 3, 4, 5, 6, and 7 on the y-axis. So the coordinate of the point is, the point which we put here can be located as 6, 7. Okay. So this is how we denote a point on a XY plane. So നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് ലൈൻസ് ആൻഡ് ആംഗിൾസ്. അത് ഞാൻ പോയിന്റിനെ കുറിച്ച് ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. നമുക്ക് ലൈൻസിനെ കുറിച്ച് പഠിക്കണം. ലൈൻ എന്താണ്? ജസ്റ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ സിംപ്ലി ഡിലീറ്റ് ചെയ്യാം. ലൈൻ എന്ന് പറഞ്ഞാൽ സിംപ്ലി ഒരു സ്ട്രെയിറ്റ് ലൈൻ. ഓക്കെ. which extends both ends. Okay. അപ്പൊ AB ആണെങ്കിൽ AB ലെഫ്റ്റിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം, രണ്ട് എൻഡിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. ഓക്കെ. ആൻഡ് ഈ AB എന്നുള്ള പോർഷൻ മാത്രം എടുക്കുകയാണെങ്കിൽ ദിസ് ഇസ് എ സെഗ്മെന്റ്, ലൈൻ സെഗ്മെന്റ്. സോ ദിസ് ഇസ് എ ലൈൻ ആൻഡ് ദിസ് ഇസ് എ ലൈൻ സെഗ്മെന്റ്. ഓക്കെ. ഓക്കെ. Then we have to study about ray. What is a ray? Okay. Ray is a line which has a starting point, but it extends towards infinity. Okay. Ray ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കും. സോ നമുക്കിവിടെ ഏതെന്ന് സ്റ്റാർട്ട് ചെയ്ത റേ ടുവേർഡ്സ് ഏതെങ്കിലും എന്തിലേക്ക് പൊക്കോണ്ടിരിക്കും. എഗെയിൻ another example, നമ്മൾ ബി എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ദിസ് ഡയറക്ഷനിലേക്ക് ഇത് എക്സ്റ്റെൻഡ് ചെയ്തോളി. സോ ദിസ് ഇസ് എ റേ. ഓക്കെ. സോ വി ഡിസ്കസ്ഡ് അബൌട്ട് പോയിന്റ്, ലൈൻ, line segment, and ray. Okay, these are the simple terms in this chapter. Now we have to discuss about the angle. This is the major part of the chapter. So what is an angle? An angle is a figure formed by two rays with same initial points. ഞാൻ വച്ചില്ലേ ബി എന്ന് പറഞ്ഞത് റേ എന്ന് പറഞ്ഞത് റേ. അപ്പൊ ഞാനൊരു പോയിന്റിലേക്ക് രണ്ട് റേസും ജോയിൻ ചെയ്യിപ്പിച്ചെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ വെളിയിലേക്ക് പോയി എന്ന് വിചാരിക്കും. ഒരു പോയിന്റ്, കോമൺ പോയിന്റ് ഓയിൽ നിന്ന് വെളിയിലേക്ക് പോകുമ്പോൾ ഫോം ചെയ്യുന്ന ഫിഗർ ആണ് ആംഗിൾ എന്ന് പറയുന്നത്. ആംഗിൾ. ഓക്കെ. ഓക്കെ. Then we have different types of angles and magnitude of the angle. അപ്പം ആംഗിൾ മെഷർ ചെയ്യുന്നത് എങ്ങനെയാണ്? ഡിഗ്രിയിലാണ് മെഷർ ചെയ്യുന്നത്. ഓക്കെ. ആംഗിൾ മെഷർ ചെയ്യുന്നത് ഡിഗ്രിയിലാണ്. അപ്പൊ ഞാനിതൊന്ന് ഇറേസ് ചെയ്യാം. ഓക്കെ. ഇനി നമുക്ക് ആംഗിളിന്റെ മെഷർമെന്റ്സ് നോക്കാം. അപ്പൊ ഒരു ആംഗിൾ എങ്ങനെ മെഷർ ചെയ്യാം? ഫസ്റ്റ് യു ഹാവ് ടു നെയിം ആൻ ആംഗിൾ.
അല്ലെ? ഒരു ആംഗിൾ ഞാൻ ഈ പറഞ്ഞു, രണ്ട് റേസ് മീറ്റ് ചെയ്യുമ്പോഴാണ് ആംഗിൾ ഫോം ചെയ്യുന്നത്. ഇങ്ങനെ ഒരു സിമ്പിൾ ഒരു ആംഗിൾ ഞാൻ ഇവിടെ വരച്ചു. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു പോയിന്റ്, ഇവിടെ ഒരു പോയിന്റ്, ഒറിജിൻ ഇവിടെ. ഓക്കെ, അപ്പൊ ഞാൻ ഇതിനെ O എന്ന് വിളിച്ചാൽ ഇവിടെ A ആൻഡ് ഹാവ് B ഹിയർ. സോ ഈ ആംഗിളിനെ നെയിം ചെയ്യുന്നത് ഐദർ ഈ സൈഡിൽ നിന്ന് തുടങ്ങാം, AOB എന്ന് നെയിം ചെയ്യാം. ഇങ്ങനെ എഴുതുന്നത് എങ്ങനെയാണ്? ആംഗിൾ AOB ഈക്വൽസ്, ലെറ്റ് ഇറ്റ് ബി ലൈക്ക് 30 ഡിഗ്രി. ഓക്കെ, 30 ഡിഗ്രി. സോ ആംഗിൾ AOB ഈക്വൽ ടു 30 ഡിഗ്രി. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണ്. അപ്പോൾ ഇതില് ആംഗിളിന്റെ നെയിം എന്താണ്? ദിസ് ഇസ് ദ നെയിം ഓഫ് ദി ആംഗിൾ. ആംഗിൾ AOB is the name. Okay. This is the magnitude. 30 is the magnitude. Magnitude. Okay. And degree is the unit. Okay. അപ്പോൾ ആംഗിൾസിനെ പറയുന്നത് എങ്ങനെയാണ്? ഡിഗ്രിയിലാണ്. 30 ഡിഗ്രി, 20 ഡിഗ്രി, 90 ഡിഗ്രി അങ്ങനെയൊക്കെ പറയും. ഓക്കെ ഓക്കെ ദെൻ അപ്പൊ മറ്റൊരു എക്സാമ്പിൾ കൂടെ വരയ്ക്കാം. അപ്പൊ ഞാനിപ്പോ എപ്പോഴും AOB മാത്രം എടുക്കണ്ട, നമുക്ക് ഏത് റെഫറൻസ് വേണമെങ്കിലും യൂസ് ചെയ്യാം. അടുത്തൊരു എക്സാമ്പിൾ കൂടി കാണിക്കാം. ഇത് ഇറേസ് ചെയ്തിട്ട് സിംപ്ലി ലെറ്റ് ബി ലൈക്ക് ദിസ്. ഈ ഡയറക്ഷൻ വരയ്ക്കാം. ഈ ഡയറക്ഷൻ വരയ്ക്കുമ്പോൾ ഞാനിവിടെ O കൊടുത്തു. O എന്ന് പറഞ്ഞാൽ ഓറിജിൻ, അതുകൊണ്ടാണ് O കൊടുത്തത്. അടുത്ത നെയിം നമുക്ക് ആംഗിളിന് കൊടുക്കാം. ഈ ലൈനിനെ ഇവിടെ നമുക്ക് P വിളിക്കാം, ഇവിടെ നമുക്ക് Q കൊടുക്കാം. സോ ഇതിലെന്താണ് വിളിക്കുന്ന ആംഗിൾ? ഇവിടെ ഫോം ചെയ്യുന്ന ആംഗിൾ ലൈക്ക് 45 ഡിഗ്രി. ഓക്കെ, 45 ഡിഗ്രി. Therefore ആംഗിൾ POQ, ആംഗിൾ POQ ഈക്വൽസ് 45 ഡിഗ്രി. ഓക്കെ, വേറെ രീതിയിൽ പറയാം, ആംഗിൾ QOP ഈക്വൽ ടു 45 ഡിഗ്രി എന്ന് പറയാം. മെഷർ ചെയ്യുന്നത് അനുസരിച്ച് ഇരിക്കും. അപ്പൊ മെഷർ ചെയ്യുന്നത് നമുക്ക് ഈ ഡയറക്ഷൻ മെഷർ ചെയ്യാം, അവിടെ വെച്ചിട്ട് തിരിച്ച് ഇങ്ങോട്ടേക്ക് മെഷർ ചെയ്യും. അപ്പൊ ഇത് 45 ഡിഗ്രി തന്നെ കിട്ടും. പിന്നെ ഒരു കാര്യം ഇവിടെ കണ്ടോ, സെൻട്രൽ വന്നിരിക്കുന്നത് O എന്ന് പറയുന്ന പോയിന്റ് ആണ് വന്നിരിക്കുന്നത്, അല്ലെ? ഒറിജിൻ O ആണ് വന്നിരിക്കുന്നത്. അപ്പൊ O വരുന്നതാണ് നമ്മൾ ആംഗിളിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന പോയിന്റ്. വേറൊരു എക്സാമ്പിൾ വെച്ച് നോക്കാം. ലെറ്റ് ഇറ്റ് ബി ലൈക്ക് ദിസ്. ഇങ്ങനെ ആയിക്കോട്ടെ. അപ്പൊ ഇതൊരു പോയിന്റിനെ ഞാൻ വിളിക്കുകയാണ് L, ഇവിടെ M, ഇവിടെ N. ആൻഡ് ഇതിന്റെ ഇടയിൽ വരുന്ന ആംഗിളിനെ 30 ഡിഗ്രി, 32 ഡിഗ്രി, 32 ഡിഗ്രി. സോ ആംഗിൾ LMN ഈക്വൽ ടു 32 ഡിഗ്രി എന്നാണ് പറയുന്നത്. എന്താണ് LMN പറഞ്ഞത്? M എവിടെയാണോ അവിടെയായിരിക്കും ആംഗിൾ ഫോം ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇവിടെ 32 ഡിഗ്രി എവിടെയാണ്? എമ്മിനാണ് ഫോം ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ ആംഗിളിനെ ഐദർ നമുക്ക് ആംഗിൾ LMN ഈക്വൽ ടു 32 എന്ന് പറയാം, അല്ലെങ്കിൽ തിരിച്ചു പറയാം, ആംഗിൾ NML ഈക്വൽ ടു 32 ഡിഗ്രി. ഓക്കെ, രണ്ട് രീതി സെയിം ആണ്. ഓക്കെ, ദെൻ മാഗ്നിറ്റ്യൂഡ് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് കിട്ടുന്ന ആംഗിൾ 45 ഡിഗ്രി ആണെങ്കിൽ 45 ആണ് എന്റെ മാഗ്നിറ്റ്യൂഡ്. ആൻഡ് ഇറ്റ് ഈസ് ദ യൂണിറ്റ്, മെഷേർഡ് യൂണിറ്റ് ഡിഗ്രീസ് ആണ് മെഷർ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇത് ഞാൻ സിംപ്ലി റഫ് ഫിഗർ അല്ലേ വരച്ചത്. ഇത് നമുക്ക് പ്രൊട്രാക്ടർ യൂസ് ചെയ്തിട്ടാണ് വരയ്ക്കുന്നത്. പ്രൊട്രാക്ടർ ഇസ് എ ഡിവൈസ് ഇസ് യൂസ് ടു ഡ്രോ ആംഗിൾസ്. ദിസ് ഇസ് എ പ്രൊട്രാക്ടർ. ഓക്കെ, നിങ്ങളുടെ സ്കൂളിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടാവും പ്രൊട്രാക്ടർ എന്താണെന്നുള്ളത്. ദിസ് ഇസ് സിംപ്ലി എ പ്രൊട്രാക്ടർ. ഓക്കെ, അപ്പൊ ഞാനിത് ഇറേസ് ചെയ്തിട്ട് പ്രൊട്രാക്ടർ വെച്ചിട്ട് എങ്ങനെയാണ് വരയ്ക്കുന്നതെന്നൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. സോ ഐ ഹാവ് എ പ്രൊട്രാക്ടർ ഹിയർ. ആദ്യം ഒരു സ്ട്രേറ്റ് ലൈൻ വരയ്ക്കും. അപ്പൊ ഇത് വരച്ച് ബോർഡിൽ ടച്ച് ചെയ്യാൻ പാടാണ്. ഓക്കെ, സോ അപ്പോ ഇവിടെ ഞാനൊരു സ്ട്രേറ്റ് ലൈൻ വരച്ചു. ഓക്കെ, എനിക്ക് ഈ പോയിന്റിൽ വച്ചിട്ട് ഒരു ലൈൻ വരയ്ക്കും. ലെറ്റ് ഇറ്റ് ബി ഡ്രോ 30 ഡിഗ്രി. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്, ഡ്രോ 30 ഡിഗ്രി. പേര് കൊടുക്കാം, ആംഗിൾ AOB ഈക്വൽ ടു 30 ഡിഗ്രി എന്ന് കിട്ടണം. ഇതൊരു ക്വസ്റ്റ്യൻ ആണ് വിചാരിക്കും. ഡ്രോ 30 ഡിഗ്രി അല്ലെങ്കിൽ ഡ്രോ ആംഗിൾ AOB ഈക്വൽ ടു 30 ഡിഗ്രി എന്നൊരു ക്വസ്റ്റ്യൻ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ സോൾവ് ചെയ്യുക? നമ്മളിവിടെ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യണം. അവിടെ പ്രൊട്രാക്ടറിനെ വെക്കുന്നു. പ്രൊട്രാക്ടറിന്റെ എക്സാക്ട് സെന്റർ ഇവിടെ വേണം.
സെന്റർ വന്ന ശേഷം ഫ്രം ദിസ് സൈഡ്, അതായത് സീറോയിൽ നിന്ന്, ഈ എൻഡിൽ സീറോ ഉണ്ട്, ഈ സീറോയിൽ നിന്ന് നമ്മൾ മെഷർ ചെയ്യും, 30 ഡിഗ്രി അപ്വേർഡ് മെഷർ ചെയ്യും. അപ്പൊ നമ്മൾ ഇവിടെ എത്തും. ഓക്കെ, സോ ദ ലൈൻ മാർക്ക് ചെയ്തിട്ട് നമ്മൾ അതിനെ സ്പീഡ് ഉപയോഗിച്ച് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കണം. പ്രൊട്രാക്ടറിൽ 30 ഡിഗ്രി മാർക്ക് ചെയ്യുന്നു, ദെൻ സ്കെയിൽ ഉപയോഗിച്ച് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കണം. സോ എക്സ്റ്റൻഷൻ നമുക്ക് നെയിം ചെയ്യാൻ പറ്റും. AOB എന്നാണ് തന്നിരിക്കുന്നത് ക്വസ്റ്റ്യനില്. O എവിടെ വരണം? O എവിടെയാണോ ആംഗിൾ വരുന്നത് അവിടെ O വരണം. ഓക്കെ, ഇതാണ് 30 ഡിഗ്രി. സോ വി റൈറ്റ് 30 ഡിഗ്രി ഹിയർ. ഇതായിട്ട് O ആണ്. ഈ വരുന്ന പോയിന്റ് നമുക്ക് A എന്ന് വിളിച്ചാൽ ഇത് B ആയിരിക്കും. ഓക്കെ, സോ ഹിയർ ആംഗിൾ AOB ഈക്വൽ ടു 30 ഡിഗ്രി. സിമിലർലി നമുക്ക് 45 ഡിഗ്രി വരയ്ക്കാം, 20 വരയ്ക്കാം, 60 വരയ്ക്കാം, 70 വരയ്ക്കാം, 90 വരയ്ക്കാം, ആൻഡ് അബവ് 90 ആംഗിൾസ് വരയ്ക്കാം. പറഞ്ഞു തരാം. അപ്പൊ ഇത് 30 ഡിഗ്രി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. Then let me erase this. Okay, I'll go for 90 degree. Okay, what is 90 degree? 90 degree എന്ന് പറഞ്ഞാൽ സിംപ്ലി ഒരു ഹൊറിസോണ്ടൽ ലൈനും ഒരു വെർട്ടിക്കൽ ലൈനും മീറ്റ് ചെയ്യുന്ന പോയിന്റിൽ ഫോം ചെയ്യുന്ന ആംഗിളിനെ വിളിക്കുന്നതാണ് 90 ഡിഗ്രി. ഓക്കെ, 90 ഡിഗ്രി. ഇത് പ്രൊട്രാക്ടർ ഉപയോഗിച്ച് നമുക്ക് ഡ്രോ ചെയ്യാൻ സാധിക്കും. ഹിയർ വി ഹാവ് എ പ്രൊട്രാക്ടർ ആൻഡ് അതിന്റെ സെന്റർ പോയിന്റ് ഉണ്ടല്ലോ, അത് ഈ ജോയിനിങ് പോയിന്റിൽ വരും. ഇവിടെ വെച്ചിട്ട് 90 ഡിഗ്രിക്ക് ഒരു ലൈൻ മുകളിലേക്ക് കൊടുത്തിട്ടുണ്ട് പ്രൊട്രാക്ടറിൽ തന്നെ. ആ പോയിന്റ് നോട്ട് ചെയ്യുക. ഇങ്ങനെ നോട്ട് ചെയ്തിട്ട് സ്കെയിൽ ഉപയോഗിച്ച് അത് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക. സിമ്പിൾ. സോ ഈ വരുന്ന പോയിന്റ്, പോയിന്റ് അല്ല, ഈ വരുന്ന ആംഗിൾ, ഈ ആംഗിളിനെ വിളിക്കുന്നതാണ് 90 ഡിഗ്രി ആംഗിൾ അല്ലെങ്കിൽ റൈറ്റ് ആംഗിൾ. RIGHT, റൈറ്റ് ആംഗിൾ. ഓക്കെ, രണ്ട് രീതിയിലും പറയാം. നമ്മൾ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ എന്നൊക്കെ കേട്ടില്ലേ? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ട്രയാംഗിൾസ് പഠിക്കുമ്പോൾ നമുക്കൊരു ഇക്വിലാറ്ററൽ ട്രയാംഗിൾ ഉണ്ട്, ഓൾ സൈഡ്സ് ഈക്വൽ, ആൻഡ് ഐസോസെലസ് ട്രയാംഗിൾ ഉണ്ട്, 2 sides equal, and then we have a scalene triangle that is like 3 sides are different length ഉള്ള 3 sides ആണ് ഉള്ളത്. ഓക്കെ, അപ്പോ അങ്ങനെ നമ്മൾ 3 types of triangle പഠിച്ചിട്ട് ലാസ്റ്റിൽ പഠിക്കുന്ന ഒരു ടൈപ്പ് ആണ് റൈറ്റ് ആംഗിൾ. റൈറ്റ് ആംഗിൾ മീൻ ഒരു വെർട്ടിക്കൽ ലൈൻ ആൻഡ് ഹൊറിസോണ്ടൽ ലൈൻ മീറ്റ് ചെയ്തിട്ട് അവിടെ ഫോം ചെയ്യുന്ന ഒരു ട്രയാംഗിൾ ആണ് റൈറ്റ് ആംഗിൾ. അപ്പൊ ഇത് 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അതിന്റെ പ്രിൻസിപ്പിൾ ആണ് ഇവിടെ പറഞ്ഞത്. നമ്മളിവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ട്രയാംഗിളിലേക്ക് കൊണ്ടുപോകുന്നത്. ഓക്കെ, ഇത് എക്സാമ്പിൾ എവിടുന്നാണ് നമ്മൾ റിയൽ ലൈഫ് എക്സാമ്പിൾ എന്താണ് ഈ റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റേത്? ഒരു ലാഡർ, ഒരു വോൾ ഉണ്ട് ഇവിടെ, ഒരു വോൾ, ഭിത്തിയിലേക്ക് ഒരു ലാഡർ ഇങ്ങനെ ചാരി വെച്ചു, ലാഡർ. ഓക്കെ, അപ്പൊ ലാഡറിന്റെ ഈ സൈഡിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് 90 ഡിഗ്രി. ഓക്കെ, അപ്പൊ ഇതിനെ ഹൈപ്പോട്ടന്യൂസ് എന്ന് വിളിക്കും, ഇതിനെ ബേസ് എന്ന് വിളിക്കും, ഇതിനെ ഓൾട്ടിറ്റ്യൂഡ് എന്ന് വിളിക്കും. ഓക്കെ, ജസ്റ്റ് പറഞ്ഞു ഇവിടെ ആവശ്യമില്ല, എന്നാൽ ഞാൻ പറഞ്ഞു. ഇതാണ് ഇതിന്റെ ആപ്ലിക്കേഷൻ ലെവൽ. ഓക്കെ, നെക്സ്റ്റ് അപ്പൊ നമ്മൾ റൈറ്റ് ആംഗിൾ പഠിച്ചില്ലേ? അപ്പൊ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആംഗിൾസിൽ ഫസ്റ്റ് ടൈപ്പ് ഓഫ് ആംഗിൾ ആണ് ഇപ്പോൾ പറഞ്ഞത്. ടൈപ്പ് ഓഫ് ആംഗിൾ ആണ് ഇപ്പോൾ പറഞ്ഞ ഫസ്റ്റ് വൺ, റൈറ്റ് ആംഗിൾ. ഓക്കെ, ഇതാണ് റൈറ്റ് ആംഗിൾ. ഒന്നുകൂടെ റീഡ്രോ ചെയ്ത് തരാം. Let me erase this. Okay, so first type of angle എന്താണ്? റൈറ്റ് ആംഗിൾ. റൈറ്റ്. അപ്പൊ റൈറ്റ് ആംഗിൾ പറഞ്ഞാൽ എന്താണ് പറഞ്ഞത്? 90 ഡിഗ്രി ആയിരിക്കും. 90 ഡിഗ്രി ആംഗിൾസ് ആർ കോൾഡ് റൈറ്റ് ആംഗിൾസ്. ഓക്കെ, ദെൻ സെക്കൻഡ് ടൈപ്പ് എന്താണ്? acute angle. Acute angle. Acute angle is nothing but an angle less than 90 degree. Okay, below 90 degree ആയിരിക്കും വരുന്നത്. That is called an acute angle. Okay, അപ്പോ റൈറ്റ് ആംഗിൾ പറഞ്ഞു, acute angle പറഞ്ഞു. What is next type? Obtuse angle. Obtuse angle. Okay, obtuse. Obtuse എന്തായിരിക്കും? Greater than 90 degree ആയിരിക്കും. Okay, obtuse angle equal to എന്താണ്? obtuse angle പറയുന്നത് എന്താണ്? Greater than 90 degree angles ആയിരിക്കും. Okay,
ഈ മൂന്നിന്റെ ഫിഗേഴ്സ് ഒന്ന് വരച്ച് നോക്കാം. റൈറ്റ് ആംഗിൾ എങ്ങനെ ഇരിക്കും? റൈറ്റ് ആംഗിൾ നേരത്തെ വരച്ചു ഞാൻ. ജസ്റ്റ് സിംപ്ലി ഇങ്ങനെ രണ്ട് വെർട്ടിക്കൽ ലൈൻസ്, രണ്ട് വെർട്ടിക്കൽ അല്ല, ഒരു വെർട്ടിക്കൽ ഒരു ഹൊറിസോണ്ടൽ ലൈൻ മേക്ക് ചെയ്യുന്ന ആംഗിൾ 90 ഡിഗ്രി. ഓക്കെ, രണ്ട് റേ ആണ് ആക്ച്വലി, ലൈൻസ് അല്ല, രണ്ട് റേ. ഓക്കെ, അക്യൂട്ട് ആംഗിൾ. അക്യൂട്ട് ആംഗിൾ എന്ന് പറയുന്നത് എല്ലാം ഞാൻ ബേസ് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ് വരയ്ക്കുന്നത്. അങ്ങനെ തന്നെ വരണമെന്നില്ല, വേറെ ഡയറക്ഷനിലും വരയ്ക്കാം. ഇതാ ഇങ്ങനെ ഇരിക്കാം ആംഗിൾസ്, ഇങ്ങനെ ഇരിക്കാം ആംഗിൾസ്, ഇങ്ങനെ ഇരിക്കാം, എങ്ങനെ വേണ്ട ആംഗിൾസ് വരാം. ഇതിനിടയ്ക്ക് ആംഗിൾസ് വരാം. അപ്പൊ 90 ഡിഗ്രി ഇങ്ങനെ തന്നെ വരണമെന്നില്ല, 90 ഡിഗ്രി ഇങ്ങനെയും വരാം, ഇവിടെ 90 ഡിഗ്രി വരാം. ഓക്കെ, അപ്പൊ ഡിഫറെന്റ് ആംഗിൾസ് നമ്മൾ സിനാരിയോ അനുസരിച്ചാണ് നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ എന്താണ് വരച്ചത്? ഇവിടെ റൈറ്റ് ആംഗിൾ ആയിരുന്നു വരച്ചത് അല്ലെ? റൈറ്റ് ആംഗിൾ എങ്ങനെയാണ്? ഒരു വെർട്ടിക്കൽ ലൈൻ, ഒരു ഹൊറിസോണ്ടൽ ലൈൻ അല്ലെങ്കിൽ റേ, ആൻഡ് ജോയിനിങ് പോയിന്റ് ഫോം ചെയ്യുന്ന ആംഗിൾ ആണ് 90 ഡിഗ്രി. Then we have to draw acute angle. Acute angle ഞാൻ അതൊരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചു, അനദർ റേ ഇവിടെ വരച്ചു. ഇതെന്താണ്? ലെസ് ദാൻ 90 ഡിഗ്രി ആയിരിക്കും acute angle. And what about obtuse angle? Greater than 90 degree angles ആണ് obtuse angle പറയുന്നത്. അപ്പൊ ബേസ് സ്ട്രേറ്റ് ലൈൻ തന്നെ ഞാൻ വരച്ചു. വെർട്ടിക്കൽ ലൈനിന് പകരം ഇങ്ങനെ സ്ലാൻഡിങ് ആയിട്ടുള്ള ലൈനാണ് വരയ്ക്കുന്നത്. ഇവിടെ വരുന്ന ആംഗിൾ ആണ് obtuse angle. ഓക്കെ, ദിസ് ആംഗിൾ വിൽ ബി ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി. അപ്പൊ ഗ്രേറ്റർ ദാൻ 90 എന്ന് പറഞ്ഞാൽ ഏതൊക്കെ വരാം? നമ്മളെ ആംഗിൾസ് വരയ്ക്കുമ്പോൾ നമുക്ക് എത്ര ആംഗിൾസ് ആണ് വരയ്ക്കാൻ പറ്റുക? മാക്സിമം 360. ഓക്കെ, അറൗണ്ട് ദ സർക്കിൾ 360 ഡിഗ്രീസേ നമുക്ക് വരയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 360 എന്ന് പറയുന്നതിന്റെ കാൽക്കുലേഷൻ ഇതാണ്. അപ്പൊ ഇങ്ങനെ ഞാൻ വരയ്ക്കുകയാണ്. ഇവിടെ വരെ എനിക്ക് 90 ഡിഗ്രി വരയ്ക്കാം അല്ലെ? ടുവേർഡ്സ് ദിസ് സൈഡ് ഓൾസോ ഇവിടെ 90 ഡിഗ്രി വരയ്ക്കാം. താഴെ 90 ഡിഗ്രി വരയ്ക്കാമല്ലോ, ഇവിടെയും 90 ഡിഗ്രി വരയ്ക്കാം. കണ്ടില്ല, എല്ലാം 90 ഡിഗ്രിക്കുള്ള സിമ്പിളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ 90 ഡിഗ്രി, ലെഫ്റ്റ് സൈഡിൽ 90 ഡിഗ്രി, ഡൗണില് 90 ഡിഗ്രി, ഇവിടെ റൈറ്റ് സൈഡ് 90 ഡിഗ്രി. ആക്ച്വലി ഇത് സൈഡ് എന്നല്ല പറയുന്നത്, ക്വാഡ്രന്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, ദീസ് ആർ കോൾഡ് ക്വാഡ്രന്റ്സ്. അപ്പൊ ഇത് ഞാനിങ്ങനെ രണ്ട് ആക്സിസ് ആക്കി മാറ്റാം. ഒരു എക്സ് ആക്സിസും വൈ ആക്സിസ്. ഇത് എക്സ് ആക്സിസ്, ദിസ് ഇസ് വൈ ആക്സിസ്, and this is the first quadrant. This is first quadrant. QUADRANT, first quadrant. And this is the second quadrant. ഇവിടെയാണ് second quadrant. And here we have third quadrant. This is the fourth quadrant. Okay. അപ്പൊ acute angles എല്ലാം ഈ ഫസ്റ്റ് ക്വാഡ്രന്റിൽ വരും. obtuse angles തേർഡ് ക്വാഡ്രന്റ്, സെക്കൻഡ് ക്വാഡ്രന്റിലേക്ക് വരും. ഓക്കെ, 90 above 90 അല്ലേ? അപ്പൊ ഇത് 90, ഇത് 90 above വരും. അപ്പൊ ഓൾ ടുഗദർ എത്ര? 90 പ്ലസ് 90, ഫുൾ ആംഗിൾ എത്ര വരും? 180 ഡിഗ്രി. ഓക്കെ, കംപ്ലീറ്റ് ആംഗിൾ, സ്ട്രേറ്റ് ലൈൻ വരയ്ക്കുന്ന ആംഗിൾ അല്ലേ? സ്ട്രേറ്റ് ആംഗിൾ 90 ഡിഗ്രി വരും. സ്ട്രേറ്റ് ആംഗിൾ ഈസ് ഓൾസോ കോൾഡ് ലീനിയർ പെയർ. Okay. Okay, conclusion of that. Let me erase this part and അപ്പൊ 3 ടൈപ്സ് ഓഫ് ആംഗിൾസ് ഞാൻ പറഞ്ഞു. അതിനിടയ്ക്ക് ഞാൻ ക്വാഡ്രന്റ്സിനെ കുറിച്ച് കൂടി എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു അല്ലെ? ആൻഡ് സ്ട്രേറ്റ് ആംഗിൾസിന്റെ കാര്യം അത് ഇവിടെ എഴുതിയിട്ടില്ല. സ്ട്രേറ്റ് ആംഗിൾസിന്റെ എഴുതാം. അപ്പൊ ഇത് ഓക്കെയാണ്. റൈറ്റ് ആംഗിൾ 90 ഡിഗ്രി, acute ആംഗിൾ ലെസ് ദാൻ 90 ഡിഗ്രി, obtuse ആംഗിൾ ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി. ആൻഡ് നൗ the fourth type is straight angle. Straight angle. Okay, straight angle വർക്കിംഗ് എങ്ങനെയാണ്? അത് നമുക്കൊരു സ്ട്രേറ്റ് ലൈൻ ഉണ്ട്. സ്ട്രേറ്റ് ലൈനില് ഫോം ചെയ്യുന്ന കംപ്ലീറ്റ് ആംഗിളിനെയാണ് സ്ട്രേറ്റ് ആംഗിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് 90, ഇത് 90, ഓൾ ടുഗദർ 180 ഡിഗ്രി വരും. ബിക്കോസ് ഇവിടെ 90 ഡിഗ്രി വരും, ലെഫ്റ്റ് സൈഡിൽ 90 ഡിഗ്രി വരും, ആഡ് ചെയ്യുമ്പോൾ 180 വരും. ഇവിടെ ആക്ച്വലി നമ്മൾ പ്രൊട്രാക്ടർ അതിനൊരു എക്സാം ആണ് അല്ലെ? പ്രൊട്രാക്ടർ നോക്ക്, ടോട്ടൽ എത്ര ആംഗിൾസ് ആണ് പ്രൊട്രാക്ടറിൽ വരുന്നത്? 180 ഡിഗ്രി ആണ് പ്രൊട്രാക്ടറിൽ വരുന്നത്. ഈ സൈഡിൽ നിന്ന് കൗണ്ട് ചെയ്താലും ഇവിടെ 90, ഇവിടെ 180 വരും. ഈ സൈഡിൽ നിന്ന് കൗണ്ട് ചെയ്താൽ 0 സ്റ്റാർട്ട് ചെയ്ത് 180 വരെ കൗണ്ട് ചെയ്യാൻ പറ്റും. സോ 180 ഡിഗ്രി ആണ് സ്ട്രേറ്റ് ആംഗിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഓക്കെ, let me erase this one. അപ്പൊ ഇത്ര മനസ്സിലായി. ഞാൻ ഇത്രയും erase ചെയ്യുന്നു. ഒരു
ടൈപ്പും കൂടെ ഉണ്ട്. ഓക്കെ, അതുകൂടി ഇവിടെ എഴുതാം. ഫിഫ്ത്ത് ടൈപ്പിനെ വിളിക്കുന്ന പേരാണ് റിഫ്ലക്സ് ആംഗിൾ. റിഫ്ലക്സ് ആംഗിൾ. എന്താണ് റിഫ്ലക്സ് ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പോ റിഫ്ലക്സ് ആംഗിൾ എന്ന് പറഞ്ഞാല് 180 ഡിഗ്രിയേക്കാൾ കൂടുതലായിരിക്കും, പക്ഷെ 360 ഡിഗ്രി വരെ പോവില്ല. ഓക്കെ, ഇറ്റ് ഈസ് മോർ ദാൻ 180 ബട്ട് ലെസ് ദാൻ 360. മോർ ദാൻ 180 എന്ന് പറയുമ്പോ ഞാൻ നേരത്തെ ക്വാഡ്രന്റ് വരച്ചില്ലേ, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, 4 ക്വാഡ്രന്റ്സ് നേരത്തെ പറഞ്ഞിരുന്നില്ലേ. അതിൽ 180 ഡിഗ്രി ഓൾറെഡി ഇത്രയും കവർ ആയി കഴിഞ്ഞു. എനിക്ക് ഈ പറഞ്ഞ റിഫ്ലക്സ് ആംഗിൾ കിട്ടണമെങ്കിൽ അത് തേർഡ് ക്വാഡ്രന്റ് സ്റ്റാർട്ട് ചെയ്യണം, അപ് ടു ഫോർത്ത് ക്വാഡ്രന്റ്, ബട്ട് ലെസ് ദാൻ 360 ഡിഗ്രി വരെയില്ല. ഓക്കെ, അപ്പൊ അതാണ് റിഫ്ലക്സ് ആംഗിൾ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ആംഗിൾ ഗ്രേറ്റർ ദാൻ 180 ഡിഗ്രി ബട്ട് less than 360. Okay, greater than 180, less than 360. Okay, these are the different types of angles. Okay, let me write that in words. Greater than 180 degree, less than 360 degree. Okay, these are the different types of angles. 5 types ഉണ്ട്. ടൈപ്സ് എല്ലാം ഇമ്പോർട്ടന്റ് ആണ്, നമുക്ക് ഡ്രോ ചെയ്യാൻ ചോദിച്ചാൽ പറ്റണം. ഓക്കെ, ഹൗ ടു ഡ്രോ ആൻ ആംഗിൾ എന്നുള്ളത് ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തു. വിത്ത് ദ ഹെൽപ്പ് ഓഫ് പ്രൊട്രാക്ടർ, സ്കെയിൽ, പെൻസിൽ നമുക്ക് ഡ്രോ ചെയ്യാം. പിന്നെ ഹൗ ടു മെഷർ ആൻ ആംഗിൾ അതും ഞാൻ പറഞ്ഞു. പ്രൊട്രാക്ടർ യൂസ് ചെയ്തിട്ട് ആംഗിൾസ് മെഷർ ചെയ്യാൻ പറ്റുള്ളൂ. പ്രൊട്രാക്ടറിൽ ഓൾമോസ്റ്റ് 180 ഡിഗ്രി ആൻഡ് ദെൻ പ്രൊട്രാക്ടർ റിവേഴ്സ് ഓർഡറിൽ വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇൻവേഴ്സ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ റിമൈനിങ് ആംഗിൾസ് മെഷർ ചെയ്യാം. ടോപ്പിൽ ഇങ്ങനത്തെ ആംഗിൾസ് ഇവിടെ വെച്ച് മെഷർ ചെയ്യാം, ഇങ്ങനെ വെച്ചാൽ. ആൻഡ് ഇൻവേഴ്സ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ റിമൈനിങ് ആംഗിൾ ഇവിടെ 180ക്ക് ശേഷം വരുന്ന ആംഗിൾസ് അപ് ടു 270 ആൻഡ് 360 എല്ലാം നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ഓക്കെ, let me erase this part. എല്ലാവരും ടൈപ്സ് ഓഫ് ആംഗിൾസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. So you go for the next portion. So next we have to study what is an angle bisector. Okay, angle bisector. Bisect ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? Angle bisector. ബൈസെക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? ഈക്വൽ ഹാഫ് ആക്കുക, അതായത് ബൈസെക്ട് ചെയ്യാം. അപ്പൊ ഒരു ലൈനിനെ ബൈസെക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ലൈനിനെ ബൈസെക്ട് ചെയ്യാൻ ലൈനിന്റെ ലെങ്ത് മെഷർ ചെയ്തു. ലെറ്റ് ഇറ്റ് ബി 10 സെന്റിമീറ്റർ. 10 സെന്റിമീറ്റർ ഉള്ള ലൈനെ ഇപ്പൊ ഞാൻ എന്ത് ചെയ്യും? സ്കെയിൽ വെച്ച് മെഷർ ചെയ്തിട്ട് 10ന്റെ ഹാഫ് എത്രയാണ്? ബൈസെക്ട് ചെയ്യുമ്പോൾ 10ന്റെ ഹാഫ് 5 അല്ലേ? 10 ഡിവൈഡഡ് ബൈ 2 5 അല്ലേ? അപ്പൊ ഇവിടുത്തെ 5 സെന്റിമീറ്റർ എടുത്തിട്ട് ഞാൻ ലൈക്ക് ഓൾമോസ്റ്റ് ഹിയർ, ഇതാണ് അതിന്റെ ബൈസെക്ടർ എന്ന് പറയും. അപ്പൊ ഈ പോയിന്റ് O ആണെങ്കിൽ O ഡിവൈഡ്സ് ദ ലൈൻ എ ബി ഇൻടു 2 പാർട്സ് അല്ലെ? പിന്നെ പറയുന്നതാണ് O ഡിവൈഡ്സ് ലൈൻ എ ബി ഇൻടു 2 പാർട്സ്. ഏതൊക്കെയാണ്? OA എന്ന് പറയുന്ന ഒരു പാർട്ട് ആൻഡ് OB എന്ന് പറയുന്ന രണ്ടാമത്തെ പാർട്ടുമായിട്ട് ഡിവൈഡ്. അപ്പൊ ഈ രണ്ട് എന്തായിരിക്കും? 5 സെന്റിമീറ്റർ ആയിരിക്കും. Here also we have 5 cm. Okay. അപ്പോ ഇതാണ് ഒരു ലൈനിനെ ബൈസെക്ട് ചെയ്യുക എന്ന് പറയുന്നത്. സിമിലർലി നമുക്ക് ഒരു ആംഗിളിനെ ബൈസെക്ട് ചെയ്യാൻ പറ്റും. ഇത് ഞാൻ സ്കെയിൽ ഉള്ളപ്പോൾ ഉള്ള കണ്ടീഷനാണ് പറഞ്ഞത്. സ്കെയിൽ ഇല്ല എങ്കിൽ എന്ത് ചെയ്തേനെ? നമുക്ക് കോമ്പസ് ആൻഡ് പെൻസിൽ യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഒരു ലൈനിനെ ബൈസെക്ട് ചെയ്യാൻ ഉള്ള മെത്തേഡ് പറയാം. അപ്പോ ഇത് ഞാൻ ഇറേസ് ചെയ്യാണ്. ഇത് സിംപ്ലി നമുക്ക് മെഷർമെന്റ് തന്നിട്ടുണ്ടെങ്കിൽ, മെഷർമെന്റ് തരാത്ത ഒരു കേസ് ആണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു തരാം. സിംപ്ലി ഒരു ലൈൻ മാത്രമേ നമുക്കുള്ളൂ. ലൈനിന്റെ ലെങ്ത് അറിയില്ല, എത്ര ലെങ്ത് ഉണ്ട് ലൈൻ നമുക്ക് അറിയില്ല. ഓക്കെ,
അപ്പൊ ലൈനിന്റെ ബൈസെക്ട് ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യണം? കോമ്പസ് എടുത്തിട്ട് ഇവിടെ പോയിന്റ് ചെയ്യണം. കോമ്പസിനെ ഓപ്പൺ ചെയ്തിട്ട് മോർ ദാൻ ഹാഫ്, ഒരു അപ്രോക്സിമേറ്റ് മോർ ദാൻ ഹാഫ് ഡിസ്റ്റൻസ് എടുത്തിട്ട്, ഇതിപ്പോ ഇവിടെയാണ് ഹാഫ് എന്ന് വിചാരിച്ചു, അതിനേക്കാൾ കുറച്ച് കൂടുതൽ ഇത്രയും എടുത്തിട്ട് മുകളിൽ ഒരു ആർക്ക് കട്ട് ചെയ്യണം, ഇവിടെ താഴെ ഒരു ആർക്ക് കട്ട് ചെയ്യണം. ഓക്കെ, കോമ്പസ് ഇവിടെ നിന്ന് മാറ്റിയിട്ട് അടുത്ത എന്താണല്ലോ ഈ എൻഡിൽ കൊണ്ട് കോമ്പസ് വെക്കണം. ഇവിടെ വെച്ച ശേഷം കോമ്പസ് ആ ഡിസ്റ്റൻസ് മാറ്റരുത്, അതേപോലെ എടുത്തിട്ട് കോമ്പസ് ഈ എൻഡിൽ കൊണ്ട് വെക്കുക. Then we put a arc here and here. ഇങ്ങനെ രണ്ട് ആർക്ക്. ഓക്കെ, അപ്പോ ഇവിടെ ഒരു സെറ്റ് ഓഫ് ആർക്ക് ഉണ്ട്, ഇവിടെ ഒരു സെറ്റ് ഓഫ് ആർക്ക് ഉണ്ട്. ഈ ആർക്സ് തമ്മിൽ ജോയിൻ ചെയ്യാൻ ഒരു ലൈൻ വരയ്ക്കും. ജോയിൻ ചെയ്തുകൊണ്ട് ലൈൻ, ഈ ലൈൻ ആയിരിക്കും ഈ ആംഗിളിനെ ബൈസെക്ട് ചെയ്യുന്നത്. ഹിയർ വി ഹാവ് എ ആൻഡ് ബി, ആൻഡ് ഇത് O ആണെങ്കിൽ the point O divides line AB into two halves, that is OA and OB. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നില്ലേ 10 സെന്റിമീറ്ററിന്റെ കേസ്, സെയിം തന്നെ വിത്തൗട്ട് എ സ്കെയിൽ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് ലൈനിന്റെ കേസാണ് പറഞ്ഞത്. സിമിലർലി ഇതേ പ്രിൻസിപ്പൽ വെച്ച് നമുക്ക് ആംഗിളിനെ ബൈസെക്ട് ചെയ്യാം. അപ്പൊ ആംഗിളിനെ ബൈസെക്ട് ചെയ്യുന്ന മെത്തേഡ് നിങ്ങൾക്ക് പഠിക്കാനില്ല. ജസ്റ്റ് ഒരു ഈവൻ നമ്പറിലോ ഉള്ള ഒരു ആംഗിൾ തരികയാണെങ്കിൽ അതിനെ നമുക്ക് ഹാഫ് ആയിട്ട് എടുത്താലും മതി. കാണിച്ചു തരാം. Let me erase this one. And sorry, let me erase this. Okay, നമുക്ക് ഒരു ആംഗിൾ വരയ്ക്കാം. That will be like 60 degree in the angle. Okay, 60 is like almost like this. ഇതാണ് 60 ഡിഗ്രി വരുന്ന ആംഗിൾ. ബിഗർ ആംഗിൾ ആണ് 60 ഡിഗ്രി. ഓക്കെ, ആംഗിൾ ബൈസെക്ടർ, അതായത് ബൈസെക്ട് ചെയ്യണം. എങ്ങനെ ബൈസെക്ട് ചെയ്യാം? 60യുടെ ഹാഫ് എത്രയാണ്? 60യുടെ ഹാഫ് എത്രയാണ്? 30 ഡിഗ്രി. ഓക്കെ, അപ്പൊ 30 ഡിഗ്രിയുടെ രണ്ട് ആംഗിൾസ് എടുത്താൽ മതി. എന്ത് ചെയ്യണം? ഇതിനെ ഹാഫ് ആക്കി കട്ട് ചെയ്യാം. ഇതർ നമുക്ക് കട്ട് ചെയ്യാം, അല്ലെങ്കിൽ പ്രൊട്രാക്ടർ വെച്ചിട്ട് 30 ഡിഗ്രി മെഷർ ചെയ്താൽ മതി. ഇവിടെ വരുന്ന ആംഗിൾ 30 ഡിഗ്രി ആയിരിക്കും. താഴെയും 30 ഡിഗ്രി തന്നെ. 30 + 30 60 ഡിഗ്രി. ഇത്രയേ ഉള്ളൂ ആംഗിൾ ബൈസെക്ടർ. ഒരു ആംഗിളിനെ രണ്ട് ഈക്വൽ ഹാഫ് ആക്കി മാറ്റും. ഓക്കെ, അപ്പൊ ആ ലൈൻ ഏതാണോ ഈ ലൈനിനെ വിളിക്കുന്ന പേരാണ് ആംഗിൾ ബൈസെക്ടർ. ആംഗിളിനെ ബൈസെക്ട് ചെയ്യുന്ന ലൈൻ. ഓക്കെ, അപ്പൊ ഈ വരച്ചതെല്ലാം അക്യൂട്ട് ആംഗിൾസ് അല്ലേ? 30 ഡിഗ്രി അക്യൂട്ട് ആംഗിൾ, 30 ഡിഗ്രി അക്യൂട്ട് ആംഗിൾ, 60 ഡിഗ്രി അക്യൂട്ട് ആംഗിൾ, എല്ലാം അക്യൂട്ട് ആംഗിൾ ആണ് വരച്ചത്. അപ്പോ ഞാനൊരു സിമ്പിൾ ആയിട്ട് ഒരു കാര്യം പറയാം. ഇതിപ്പോ 60 ഡിഗ്രി അല്ലേ? ഇതിന് വലിയൊരു ആംഗിൾ ഫോം ചെയ്യുന്നുണ്ടല്ലോ. ഇങ്ങനൊരു ആംഗിൾ, അകത്ത് 60, വലിയൊരു ആംഗിൾ ഫോം ചെയ്യുന്നില്ലേ? ഇത് എത്രയായിരിക്കും? ടോട്ടൽ ആംഗിൾ ഞാൻ പറഞ്ഞു, നമുക്ക് ടോട്ടൽ ആംഗിൾ വരുന്നത് 360 ഡിഗ്രിയാണ് ടോട്ടൽ ആംഗിൾ വരുന്നത്. സംശയമുള്ളവർക്ക് പ്രൊട്രാക്ടർ എടുത്ത് നോക്കാം. പ്രൊട്രാക്ടർ എടുത്ത് ഇവിടെ വെക്കുമ്പോൾ നമുക്ക് 0 to 80 ഡിഗ്രീസ് വരെ ഇവിടെ കിട്ടും. താഴേക്ക് വെക്കുമ്പോഴോ അതും 0 to 80 ഡിഗ്രി വരെ കിട്ടും. 180 വരെ കിട്ടും. 0 to 180, 0 to 180. അപ്പൊ 180 + 180 എത്രയാ വരിക? 180 + 180 that's equal to 360 ഡിഗ്രിയാണ് വരുന്നത്. ഓക്കെ, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മെഷർ ചെയ്യാൻ പറ്റുന്ന ആംഗിൾ 360 ഡിഗ്രി ആയിരിക്കും നമുക്ക്. അപ്പൊ ഈ 360 ഡിഗ്രിയാണ് ഓൾ ടുഗദർ വരുന്നത്. ഇന്റീരിയർ ആയിട്ട് നമുക്ക് 60 ഡിഗ്രി കിട്ടി. റിമൈനിങ് എത്രയായിരിക്കും? ഈ ബാക്കി വരുന്ന ആംഗിളിനെ മെഷർ ചെയ്താവും. മെഷർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇന്റീരിയർ അറിയാമെങ്കിൽ 360 സബ്ട്രാക്ട് ചെയ്താലും മതി. 360 ഡിഗ്രി മൈനസ് ഇവിടെയുള്ള 60 ഡിഗ്രി എടുത്ത് എഴുതുക, 60 ഡിഗ്രി. സോ വി ഹാവ് 300 ഡിഗ്രി ആസ് ദ എക്സ്റ്റീരിയർ വരുന്ന ആംഗിൾ. 300 ഡിഗ്രി ആയിരിക്കും പുറമേ വന്നിരിക്കുന്ന ഈ ആംഗിൾ, ഇത്രയും വരുന്ന ആംഗിൾ. അപ്പൊ ഇത് എന്ത് ആംഗിൾ? അതിനെ വിളിക്കുന്ന പേരെന്താണ്? റിഫ്ലക്സ് ആംഗിൾ. അപ്പൊ ഇങ്ങനെയാണ് റിഫ്ലക്സ് ആംഗിൾ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, റിഫ്ലക്സ് ആംഗിൾ ഒരു എക്സ്റ്റീരിയർ ആംഗിൾ ആയിരിക്കും മോസ്റ്റ് ഓഫ് ദി ടൈം. So hope everyone understood this much.
So now some problems are there. നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അവരുടെ പ്രോബ്ലംസ് ഇട്ട് തരാം. Let me erase this one. Okay. അപ്പോൾ പ്രൊട്രാക്ടർ ഉണ്ടായിരിക്കണം, പെൻസിൽസ് ഉണ്ടായിരിക്കണം. Draw angles. These are the questions. Draw the angles. First question 60 degree. So A is 60 degree വരെയാണ്. നിങ്ങൾക്ക് നെയിം ചെയ്യാം, ഇഷ്ടമുള്ള പേര് കൊടുക്കാം. എങ്ങനെ വേണമെങ്കിലും എ ബി സി എന്നോ എ ഒ ബി എന്നോ എൽ എം എൻ ടി ക്യു ആർ എന്തിനാണെങ്കിലും കൊടുക്കാം. ഇനി സോ ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഈസ് 130 ഡിഗ്രി. അപ്പൊ ഞാനിവിടെ ഒരു അക്യൂട്ട് ആംഗിൾ തന്നു. ദിസ് ഇസ് ആൻ ഒബ്റ്റ്യൂസ് ആംഗിൾ. Then C we have 120 degree. 120 degree. And D we have 230 degree. Okay. These are the angles. അപ്പോൾ ഈ 4 ക്വസ്റ്റ്യനുകൾ വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടി തന്നതാണ്. സിമ്പിൾ ആണ്. പ്രൊട്രാക്ടർ ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, ട്രൈ it. Okay. Next we have to study ഓക്കെ, നമുക്ക് ഇനി ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണ്, MCQ ആണ്, ബട്ട് കുറച്ച് ചെയ്യാനുണ്ട് നമുക്ക്. MCQ ആണെങ്കിൽ കൂടിയും let us try this. Okay, ഇത് ഞാൻ ഇറേസ് ചെയ്തിട്ട് ഞാനിവിടെ ചെയ്യാം. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഡിറ്റർമൈൻ വിച്ച് ആംഗിൾ ഈസ് ഗ്രേറ്റർ ആൻഡ് വൈ. Determine which angle is greater and why. റീസൺ കൂടി നമ്മൾ പറയാം. ക്വസ്റ്റ്യൻ അതിൽ ഫിഗർ കൂടിയുണ്ട്. ഫിഗർ ഞാൻ വരയ്ക്കാം. സോ ഫിഗർ എങ്ങനെയാണ്? So line goes like this. Okay, and ഇതിന്റെ അകത്ത് വേറെ ഒരു ലൈൻ പോയിട്ടുണ്ട്. ഒന്നല്ല, ആക്ച്വലി രണ്ട് ലൈൻസ് പോയിട്ടുണ്ട്. ഓക്കെ, these are the lines. അപ്പൊ ഈ വരുന്ന പോയിന്റ് ഞാൻ എ എന്ന് വിളിച്ചു. ആൻഡ് we have O here. പിന്നെ ഇവിടെ ഒരു ബി ഉണ്ട് ആൻഡ് ഇവിടെ ഒരു സി ഉണ്ട്. And here it is X and here it is Y. Okay, ഇത്രയാണുള്ളത്. ഓക്കെ, ആൻഡ് ഓപ്ഷൻസ് ഉണ്ട്. ക്വസ്റ്റ്യന്റെ ബാക്കിയുണ്ട്. ക്വസ്റ്റ്യന്റെ ഓപ്ഷൻസ് ഇതാണ്. ഓപ്ഷൻ എ പറയുന്നത് ആംഗിൾ AOB or angle X unit angle X or Y. ഇതിലേതാണ് ഗ്രേറ്റർ? MCQ അല്ല കേട്ടോ, MCQ ക്വസ്റ്റ്യൻ അല്ല, സോറി, MCQ അല്ല. To solve this each and every question നമ്മൾ സോൾവ് ചെയ്യണം. ആക്ച്വലി 3 ക്വസ്റ്റ്യൻ ആണ്. B is angle AOB or angle XOB. 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 And the C part is angle XOB or angle XOC. അപ്പൊ ഇത് മൂന്നും നമ്മൾ പ്രൂവ് ചെയ്യണം. ഓക്കെ,